ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട ഇറാൻ അമേരിക്ക സംഘർഷം പശ്ചിമേഷ്യയിൽ ആളിപ്പടരുകയാണ്. ഇറാന്റെ വിവിധ നഗരങ്ങളായ സിരിക്, കിഴക്കൻ ഹോർമാസഗാൻ, ബോംപൂർ, ചമ്പഹാർ, ബന്ദർ അബ്ബാസ്, അഹ്വാസ്, ഖേഷം ദ്വീപ് എന്നിവിടങ്ങളിൽ തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടായതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന് പിന്നാലെ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ ശക്തമായി തിരിച്ചടിയും നൽകി. ഹോർമൂസ് കടലിടുക്കിലും ആക്രമണങ്ങൾ പുകയുകയാണ്. ഇവിടെ 2 UAE സൂപ്പർ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും കപ്പലിലെ 2 അംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി നാവികരെ കാണാനില്ല എന്നാണ് വിവരം. ഹോർമൂസിലെ കപ്പലുകൾക്ക് നേരെയുള്ള ഈ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളെ അന്താരാഷ്ട്ര സമുദ്ര സംഘടന ശക്തമായിട്ട് അപലപിച്ചിട്ടുമുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഈ നീക്കങ്ങളിൽ കടുത്ത ആശങ്ക പുകയുകയാണ്. ഇതിനിടയിലാണ് ബഹ്റൈൻ തലസ്ഥാനത്തുള്ളതും ഷേഖ് ഇസ എയർബേസിലുള്ളതുമായ അമേരിക്കയുടെ നാവിക കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തായിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ അവകാശപ്പെട്ടു വന്നത്. നിലവിൽ ബഹ്റൈനിൽ ഉടനീളം അപായ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചായിട്ട് കുവൈറ്റും അറിയിച്ചു. ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്നും കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇറാനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ട്രംപും വ്യക്തമാക്കി. വരും ആഴ്ച ഇറാന് ദയനീയമായിരിക്കുമെന്നും അവരുടെ ഊർജ്ജ പ്ലാന്റുകളെയും പാലങ്ങളെയും അമേരിക്ക ലക്ഷ്യം വെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചർച്ചകളിലേക്ക് വരുവാനും ഒത്തുതീർപ്പിലെത്തുവാനും ഇറാൻ തയ്യാറായില്ല എങ്കിൽ എല്ലാം തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ട്രംപിന്റെ ഭീഷണി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായതായിട്ടാണ് ഒടുവിലത്തെ വിവരമെന്നത് നമ്മൾ ഏറെ വിഷമസന്ധിയിലാക്കുന്നു. ഈ മാസം 12-ന് GFS ഗാലക്സി എന്ന കപ്പലിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ കാണാതായ പൂനെ സ്വദേശിയായ ഇന്ത്യൻ നാവികൻ ഹേരം കർമർക്കർ കൊല്ലപ്പെട്ടതായിട്ടും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കടലിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ നിർണായക നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. കപ്പലുകളിലുള്ള നാവികരെ തത്സമയം നിരീക്ഷിക്കാൻ പ്രത്യേക ഓപ്പറേഷണൽ ഡാഷ്ബോർഡ് ഇന്ത്യ സജ്ജമാക്കും. ഏത് രാജ്യത്തിന്റെ കപ്പലായാലും അതിലുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇനി മുതൽ തത്സമയം ഇന്ത്യയിൽ ഡാഷ്ബോർഡിൽ ലഭ്യമാകും എന്നാണ് അറിയാനുള്ളത്. അപകടത്തിൽപ്പെടുന്ന നാവികരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പ്രത്യേക ലൈസൻസ് ഓഫീസർമാരെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല അന്തർ മന്ത്രാലയ യോഗത്തിലായിരുന്നു ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമുള്ള കാര്യമാണ്. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ പ്രവാസികളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷയെ കരുതി അതീവ ജാഗ്രതയിലാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കമുള്ളത്. അമേരിക്കയും ഇറാനും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതുവരെ നമ്മൾ ഓരോ നിമിഷവും ജാഗ്രതയിലായിരിക്കണം.